ഉണ്ടാക്കാൻ പോകുന്നത് തോരണമാണ്. തോരണം എന്ന് പറയുമ്പോൾ പിക്ചർ ബൾബ് കൊണ്ടല്ല, സാധാരണ സീരിയൽ മാല ബൾബ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു തോരണം. അതിനുവേണ്ടി നമ്മൾ ഈ വയർ കട്ടിരിക്കുന്ന ഒരു 9 ഇഞ്ച് നീളത്തിലാണ് വയർ കട്ട് ചെയ്തിരിക്കുന്നത്. 9 ഇഞ്ച് നീളത്തിൽ അങ്ങനെയുള്ള കുറേ ഇങ്ങനെ തോരണം പോലെ ഒരു 10 താഴോട്ടായിട്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കണക്ഷൻ കൊടുക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യം നമ്മൾ ഈ ബൾബിൻ്റെ ഫേസിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. ആദ്യം ഫേസിൽ കൊടുക്കും, ആ വയർ ഫ്രീ ആയിട്ട് വിടും. ഇതുപോലെ പിന്നെ ന്യൂട്രൽ ആക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ ബൾബിൻ്റെ ഈ ന്യൂട്രൽ നിന്നാണ് അടുത്ത ബൾബിൻ്റെ ഫേസിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുക. നമ്മൾ ഒന്നാമത്തെ ബൾബിൻ്റെ ഫേസിൽ കണക്ഷൻ കൊടുത്തു, അതിൻ്റെ ന്യൂട്രൽ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ന്യൂട്രൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ ബൾബിൻ്റെ ഫേസിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. മനസ്സിലായില്ല? ആദ്യത്തെ ബൾബിൻ്റെ ന്യൂട്രൽ നിന്ന് രണ്ടാമത്തെ ബൾബിൻ്റെ ഫേസിലേക്ക്, രണ്ടാമത്തെ ബൾബിൻ്റെ ന്യൂട്രൽ നിന്ന് മൂന്നാമത്തെ ബൾബിൻ്റെ ഫേസിലേക്ക്, അങ്ങനെ സീരീസ് ആയിട്ടാണ് കണക്ഷൻ പോകുന്നത്. ഓക്കെ, ഇത് 2 കടയിൽ അടുപ്പിച്ചിടണം അപ്പുറം ഇപ്പുറമായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കടയിൽ സിംഗിൾ പിക്സൽ കളറിൻ്റെ തോരണം ഉണ്ടാക്കി കൊടുത്ത്, അതുകൊണ്ട് ഈ രണ്ടാമത്തെ കടയിൽ നമ്മൾ സീരിയൽ മാല ബൾബിൻ്റെ രീതിയിലൊക്കെ തോരണമായി കൊടുക്കുന്നു. കാരണം അതാവും കുറച്ച് നല്ല പ്രകാശമുണ്ട്, അവരെ ബോർഡെല്ലാം കൃത്യമായിട്ട് കാണും അതുകൊണ്ടാകും. അങ്ങനെ നമ്മൾ തോരണത്തിൻ്റെ ഒരു ലൈനിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അതായത് ഇത് നമ്മളിത് ലാസ്റ്റത്തെ അവസാനത്തെ ബൾബാണ്, അത് 10ാമത്തെ ബൾബാണ്. അതും കൂടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ആ ഒരു ലൈൻ നമുക്കിവിടെ പൂർത്തിയായി. പിന്നെ അടുത്ത ലൈനിൻ്റെ പണി തുടങ്ങണം. അതിന് മുന്നേ ഇതിൻ്റെ കവറിലിട്ട് ഇതിൻ്റെ ബോബയിലിട്ട് ക്ലിയർ ആക്കണം. അത് 18 36 വരുന്ന 2 തോരണം, 4.5 മീറ്റർ നീളം ഒരു തോരണം, ആമത്തെ 2 എണ്ണം. അത് ഒന്ന് ഇന്നലെ കൊടുത്ത് കത്തിച്ചു. കാരണം അവർ ഇനിയാന്നാ പറയുന്നത് 2. അപ്പോൾ പെട്ടെന്ന് ഈ തിരക്കിനിടക്ക് പെട്ടെന്ന് നടക്കൂല. അതുകൊണ്ട് ആ വീഡിയോ ലാസ്റ്റ് ചെയ്യാമെന്നായിരുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പം സാധനം അവർക്ക് സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ലാസ്റ്റ് ടൈമിൽ വീഡിയോ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റത്തെ കുഴപ്പമാണ്, 8ാമത്തെ കുഴപ്പം. അതിൻ്റെ ന്യൂട്രൽ ഒരു വയർ ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാവും ന്യൂട്രലിന്. അതുപോലെ ന്യൂട്രലിന് ഒരു വയർ അതിൻ്റെ ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റിൽ ഒരു ഫേസ് ഒഴിവാക്കിയില്ല ഇവിടെ, അതിലേക്ക് നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ ഒരു ഫേസ് വയർ കൊടുക്കും. അങ്ങനെ നമ്മൾ ഫേസിലിട്ട് റെഡിയാക്കി തലക്ക് ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. കെട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കവറ് അതിട്ടിട്ട് സെറ്റാക്കാം. ഈ കെട്ട് ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം എന്തെങ്കിലും വെളിച്ചലോ മറ്റോ വരുമ്പോൾ അതിൻ്റെ ഷോൾഡറിങ്ങളായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നത്. കെട്ടിട്ട് കൊടുക്കുന്നു. എല്ലാത്തിനും കെട്ടിടുന്നില്ല. എല്ലാത്തിനും കെട്ടിടുമ്പോൾ പാട് നീളം കുറയും. നമുക്ക് വയറ് ഇതല്ലേ. അതുപോലെ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇതായി കാണുന്ന ഇതേപോലെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് സീരീസ് ആയിട്ട് കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ സാറേ, ഇതും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പണി കഴിഞ്ഞു. ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ഇന്നലെ ഞാൻ കൊടുത്തു. ഇന്നലെ അവർ കത്തിച്ചു 4.5 മീറ്റർ നീളമുള്ള ഒരു തോരണം ഇന്നലെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് 2ാമത്തെ. ഇത് 4.5 മീറ്ററിന് നീളം വേണ്ടത്. നമ്മളെ ഇത് പൂർത്തിയായിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ഇങ്ങനെ 8 ബൾബുണ്ട്, 8 എണ്ണം. ഈ 8 എണ്ണത്തിൻ്റെ 19 എണ്ണം ഉണ്ടോ? 19 എണ്ണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 4.5 മീറ്റർ നീളത്തിൻ്റെ ഒരെണ്ണം ആകാൻ വേണ്ടി പോകുന്നു. അപ്പം ഇനി 3 എണ്ണത്തിന് ഇത് വെച്ച് കൊടുക്കണം. ഇത് നമ്മളെ സർക്യൂട്ട് വെച്ച് കൊടുക്കണം 3 എണ്ണത്തിന്. ഇപ്പോൾ 3 എണ്ണത്തിന് നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡ്രൈവർ ബോർഡ് വെച്ച് കൊടുക്കണം.
ഇതാണ് നമ്മളെ സർക്യൂട്ട് ബോർഡ്. ഇതിലിപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ലൈൻ കാണുന്ന ഭാഗം ന്യൂട്രൽ, ഫേസ്, ഇപ്പുറം കറണ്ട്, അങ്ങനെ ആയി വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് കൊടുക്കാം. ഇത് 3 വെക്കുന്ന നമ്മൾ ഒരു ഇതിൽ 8 ഉള്ളത്. അപ്പോൾ 6 6 48 ബൾബായി. ഈ 48 ബൾബിനാണ് നമ്മൾ സർക്യൂട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു ഇത് അധികമുണ്ട്. അതായത് 3018 അല്ല, നമുക്ക് 19 ഉണ്ട്. അപ്പോൾ ഒരു ലൈന് പിന്നെ 50, ഒരു ലൈൻ 7 8 7 പോകും. 6 48, മറ്റൊരെണ്ണം 56 ആവും. അല്ല 56 വരും. അത് ഒന്നിനായിട്ടൊരു സർക്യൂട്ട് വെച്ച് കൊടുക്കാൻ പറ്റില്ല, അത് വെച്ചു. അതുകൊണ്ട് അങ്ങനെ ഒന്ന് അധികമാക്കിയാണ്. പിന്നെ 18 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആരാ പീടിയ ഫുള്ളായി കവറാവില്ല, ലേശം ഗ്യാപ്പ് വരും. ഒരു വൃത്തികേടല്ലേ. അതുകൊണ്ട് ഒന്ന് അങ്ങനെ ആദ്യം വെച്ച് കൊടുക്കും ഞാൻ. രണ്ടെണ്ണം AC-ലേക്കില്ലായത്, കറണ്ടിലേക്കില്ലായതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ 7-1 6-1 എന്നെല്ലാം പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അത് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും അത് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം, ശരിക്കും കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ബോർഡിനായി ഇതിലേക്ക് ഇറക്കി വെക്കുക. ഓക്കെ, ഇതിവിടെ സെറ്റായി. ഞാൻ അതുപോലെ 2 കൂടെ ആക്കിയെടുക്കാം. ഇതത്ര നമ്മൾ കഴിഞ്ഞാൽ അത് കാണിച്ചു തരാം. ഒരു 3 നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഇതിൽ കണക്ഷൻ കൊടുക്കാൻ തുടങ്ങാം, വയർ കൊടുക്കാൻ തുടങ്ങാം, ഒരു ലൈൻ കൊടുക്കണം. ആ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. 25 സെൻറ്റിമീറ്ററിലാണ് ഒരു മാർക്ക് ഇട്ടിന്. അതായത് ആ ഒന്നും ഈ ഇതും തമ്മിൽ 25 സെൻറ്റിമീറ്റർ അകലുണ്ടാവും. അങ്ങനെ 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ ലൈൻ കൊടുക്കുന്നത്. ഓക്കെ, കൊടുത്തു നോക്കാം. അത് വയറിട്ടായിട്ടിട്ട് കട്ട് ചെയ്യുന്നേ. വയറിട്ടായിട്ട് കട്ടിയാൽ ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് 6 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 7-ാമത്തെയാണ്. ഫസ്റ്റിനകത്ത് 7 കൊടുക്കുന്നു ലൈനിൽ. കാരണം 19 18 ഒന്ന് അധികമുള്ള 19 ഒരു ലൈൻ 7 കൊടുക്കും. ബാക്കി 2 ലൈൻ 6 വെച്ച് കൊടുക്കും. അപ്പോൾ 18 19 ആയില്ലേ, അങ്ങനെ കൊടുക്കുന്നു. ഇതിപ്പം 7 ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് കൂടെ ഒന്ന് കാണാം.
ഞാൻ പീസ് വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫേസില്ലേ, ഫസ്റ്റിലത്തെ ഇതിൻ്റെ ഫേസിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്തിട്ട് രണ്ടാമത്തെ ന്യൂട്രലിലേക്ക് കറുപ്പ് വയറിലേക്ക് കൊടുക്കും. ഇങ്ങനെ സീരീസ് ആയിട്ടാണ് പോകുന്നത്. ആ മഞ്ഞയിൽ നിന്ന് നമ്മൾ ഈ കറുപ്പിലേക്കാണ് കൊടുക്കുക. അത് ഈ മഞ്ഞയിൽ നിന്ന് അടുത്ത കറുപ്പിലേക്ക് അങ്ങനെ പോകും. ഇവിടെ ഫസ്റ്റിൽ ഒരു ന്യൂട്രൽ വയർ ഒഴിവുണ്ടാവും. ഈ ന്യൂട്രൽ വയർ ലാസ്റ്റ് ഇതിൻ്റെ കൺട്രോളറിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുക്കും. ഏഴാമത്തെ കൊടുക്കുന്നത് നമ്മൾ ഈ ബോർഡിൽ നിന്ന് ഈ കൺട്രോളറിൻ്റെ ഇവിടെ ഒന്ന് കട്ടാക്കി, ഈ കറുപ്പ വയർ ന്യൂട്രൽ വയർ ഒന്ന് കട്ടാക്കുന്നു. കട്ടാക്കിയിട്ട് ആറാമത്തെ ലൈനിൻ്റെ ഫേസാണ്. ഈ ആറാമത്തെ ലൈനിൻ്റെ ഫേസിൽ നിന്ന് ഉപയോഗിച്ച് വയർ എടുത്തിട്ട് ഈ ഏഴാമത്തെ നമ്മളെ ഈ കട്ടാക്കിയിലെ ബൾബിലേക്ക് പോകുന്ന ന്യൂട്രലിലേക്ക് കൊടുക്കും. ബോഡിയിലേക്ക് പോകുന്നതല്ല, ബൾബിലേക്ക് പോകുന്ന ന്യൂട്രലിലേക്ക് കൊടുക്കും. ബൾബിലേക്ക് പോകുന്ന ന്യൂട്രാണ്. ഇനിയിപ്പോൾ നമ്മൾ സർക്യൂട്ട് ബോർഡിലേക്ക് പോകുന്ന ന്യൂട്രിയുടെ ബാക്കി അത് നമ്മൾ സ്റ്റിപ്പ് ചെയ്യുക. സ്റ്റിപ്പ് ചെയ്തു. അതിന് പിന്നെ ഇപ്പോൾ ചെയ്തതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ ഫസ്റ്റിലത്തെ ലൈനിൻ്റെ ഫേസ് അവിടെ ന്യൂട്രൽ വയർ ഒഴിവുണ്ട് എങ്കിലേ അതിൽ നിന്ന് ഫേസ് എടുത്ത് നമ്മൾ ഇതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തു. ഓക്കെ, രണ്ടാമത്തതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തു. ആ രണ്ടാമത്തതിന് ഫേസ് എടുത്തിട്ട് നമ്മൾ മൂന്നാമത്തതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തു. ഈ മൂന്നാമത്തതിൻ്റെ ഫേസ് ഇതാ നാലാമത്തെ ന്യൂട്രലിലേക്ക് അങ്ങനെ അങ്ങനെ ന്യൂട്രൽ ഫേസ് ന്യൂട്രലിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ഫസ്റ്റിലത്തെ നമ്മളൊരു ന്യൂട്രൽ ഒഴിവില്ലേ, അതിൽ നിന്ന് ഒരു കണക്ഷനാണ് നേരെ എടുത്ത് നമ്മൾ എന്താക്കുക, ഈ നമ്മളെ സർക്യൂട്ട് ബോർഡിൽ ഇവിടെ ഒരു പീസില്ലേ ആ ന്യൂട്രലിലേക്ക് കൊടുക്കുക. അത് മനസ്സിലായില്ലേ? ഈ ഫസ്റ്റിലാണില്ല ആ ന്യൂട്രാണ് നമ്മൾ ഈ ബോർഡിലെ ന്യൂട്രലിലേക്ക് കൊടുക്കുക. ബാക്കി വരുന്ന ഇതെല്ലാം ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ലൈനിൻ്റെ ന്യൂട്രലിലേക്ക് ആ കപ്പിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അതും കൂടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ആ തലക്കുന്ന വരുന്ന ന്യൂട്രൽ നമ്മളിവിടെ അല്ലേ ഇവിടെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് റെഡിയാക്കണം. ഓക്കെ, നമുക്കൊന്ന് കണക്ഷൻ കൊടുത്തു നോക്കാം. കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പിന്നെല്ലാം എടുത്ത് സെറ്റാക്കി അതൊന്ന് കണക്ഷൻ കൊടുത്ത് കളിച്ചു നോക്കാം. ഇപ്പോൾ കൊടുത്തിടത്തോളം വളരെ ഭംഗിയായി തന്നെ കത്തുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട്, ഇവിടെ പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തത് സർക്യൂട്ട് ബോർഡ് കൊടുക്കുമ്പോൾ അത് ഇവിടെ കൊടുക്കും. കാരണം അന്നേരം ഈ പിന്നിലേക്ക് തന്നെ രണ്ട് അങ്ങോട്ടുള്ള ലൈനും ഇതിന് ഇങ്ങോട്ടുള്ള ഒരു ലൈനും
ഈ ഒരു പിന്നിലേക്ക് തന്നെ ആവും. നമ്മൾ ലാസ്റ്റ് തലക്കൊരു പിന്നടിക്കുക വേണ്ടി. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത് ലൈൻ 2 ലൈനും കൂടെ കൊടുത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ആ തോരണത്തിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാമെങ്കിൽ, അതായത് ഇതിൽ 2 വയറുണ്ടാവും, ഒരു ന്യൂട്രും ഒരു ഫേസും. അതിനില്ല ന്യൂട്രൽ അവിടെ വെക്കുക, കറുത്ത വയർ അവിടെ വെക്കുക, മഞ്ഞ വയറാണ് ഫേസ്. അത് ഈ ബൾബിൻ്റെ ഫേസിൽ ന്യൂട്രലിലേക്ക് പോവുക. അതായത് അതിൽ നിന്നുള്ള ഫേസ് ഈ ന്യൂട്രലിലേക്ക് പോവുക, ഇതിൽ നിന്നുള്ള ഫേസ് ഈ ന്യൂട്രലിലേക്ക് കൊണ്ടുപോവുക, ഇതിൽ നിന്നുള്ള ഫേസ് ആ ന്യൂട്രലിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ സീരിയസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ലാസ്റ്റത്തെ ഒരു ന്യൂട്രൽ വയർ ഉണ്ടാവും. ആ ന്യൂട്രൽ വയർ നേരെ കൊണ്ടുവന്നിട്ട് നമ്മളെ പിന്നെ ഇതിലേക്ക് കൊടുക്കുക. ഇത് നമ്മളെ കൺട്രോളറിലേക്ക് കൊടുക്കുക, അതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിന്ന് വരുന്ന ന്യൂട്രൽ വയർ ലാസ്റ്റ് ഒരു ന്യൂട്രൽ വയർ ഉണ്ടാവും. അങ്ങനെ വരുന്നതല്ല, ഇതിൻ്റെ ഒരു വയറുണ്ടാവും. അത് മറ്റുള്ള ഈ ന്യൂട്രലിലേക്ക് കൊടുക്കുക. നമ്മൾ അങ്ങനെ വരുന്ന ന്യൂട്രലിലേക്ക് കൊടുക്കുക. അതായത് ഇതിന് ഒരു ന്യൂട്രൽ ഒഴിവാക്കിയിട്ട് ഫേസ് ഉണ്ടാവും. ആ ഫേസ് ഈ ന്യൂട്രലിലേക്ക്, ഇതിന് ഫേസ് ഈ ന്യൂട്രലിലേക്ക്, ഇതിന് ഫേസ് ഈ ന്യൂട്രലിലേക്ക്, ഇതിന് ഫേസ് ഈ വയറിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുക്കുക, ഈ കറുപ്പിലേക്ക്. ഓക്കെ, പിന്നെ അങ്ങ് ലാസ്റ്റ് ഒരു ന്യൂട്രൽ വയർ സെപ്പറേറ്റ് വരും. അത് നമ്മൾ ഈ കൺട്രോളറിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ തോരണം പൂർത്തിയായി. ഓക്കെ, ഇതാണ് നമ്മൾ പണി പൂർത്തിയായി കഴിഞ്ഞ് കടക്കിട്ട്